ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ വളരെ ലോജിക്കലായിട്ട് ബിസിനസ്സിനെ കാണുന്ന ഒരാളാണ്. ഈ എനർജി കൊണ്ട് ബിസിനസ് എങ്ങനെ വളരും എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുവാണ്. നമ്മൾ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റോങ് ഡിസിഷൻ ചിലപ്പോൾ എടുത്തു പോകാറുണ്ട്. അതിന്റെ റൂട്ടായിട്ടുള്ള കോഴ്സ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആകാം. മറ്റേതെന്ന് വെച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ വളരെ ലോജിക്കലായിട്ട് ബിസിനസ്സിനെ കാണുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് 2020 കോവിഡിന്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് സ്റ്റൂ എന്ന് പറഞ്ഞേക്കുന്ന ഒരു അമേരിക്കക്കാരി, കാലിഫോർണിയക്കാരി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ക്ലൈന്റ് ആയിട്ട് വന്നു. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, എനർജി ഹീലിംഗ് ഉപയോഗിച്ച് ഞാൻ ബിസിനസ്സിനെ വളർത്തുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനർജി ഹീലിംഗ്, ഞാൻ ഈ പറഞ്ഞ ബിസിനസ്സും മാർക്കറ്റിംഗും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, എനർജി ഹീലിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഗ്രൂപ്പ് ജോയിൻ ചെയ്തോ, പുള്ളിക്കാരി കാലിഫോർണിയയിലുള്ള ചില കമ്പനികളൊക്കെ ഹീൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞു, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളൊക്കെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഈ എനർജിയുടെ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പം അവിടുന്ന് ഞാൻ പിൽക്കാലത്ത് മനസ്സിലായി എനർജിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പം നിങ്ങൾ വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, ഈ എനർജി കൊണ്ട് ബിസിനസ് എങ്ങനെ വളരും എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുവാണ്. അപ്പൊ ഇങ്ങനെ എന്നെ പോലെ ചിന്തിച്ചിരുന്ന ആൾക്കാർ, അതായത് എനർജി കൊണ്ട് ശരിക്കും എങ്ങനെ ബിസിനസ് ബിൽഡ് ആവും. അപ്പൊ എന്റെ വർക്കിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം. അതെന്ന് വെച്ചാൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് എനർജി ആയിട്ട് കണക്റ്റഡ് ആകണം. അപ്പൊ യാഷയുടെ 3 ചക്രാസ് ആണത്. വിൽ പവറുമായിട്ട് കണക്റ്റഡ് ആകണം. അതിനെക്കുറിച്ച് നമുക്ക് ഒരു സെക്കൻഡ് സംസാരിക്കാം. അതുപോലെ യൂണിവേഴ്സിറ്റി ഒരു ഗ്രേസ് ഉണ്ടാകണം. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർത്താമെന്നാണ് ഞാൻ ജനറലി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ യാഷ പറഞ്ഞ ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളോട് എന്താണ് പറയാനുള്ളത്, അതുപോലെ വിൽ പവറുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തുകൂടെ പറയാമോ? വിൽ പവറിന്റെ അത് രണ്ട് സബ്ജക്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ എനർജിയുമായിട്ട് എന്താണ് ബിസിനസിന്റെ കണക്ഷൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിന്നിൽ ഒരു നമ്മുടെ ഉള്ളിലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ജീവകാന്ത ശക്തിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഇവിടെ നിന്ന് ഒരു യാത്ര പോകുന്നു. ഈ യാത്ര പോകുന്ന നമുക്ക് യാത്ര പോകാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലേ? വണ്ടിയെ കയറി ഇരിക്കാം, യാത്ര പോകാം. പക്ഷെ ഇത് എവിടെ ചെല്ലും നമുക്ക് എന്തെങ്കിലും പിന്നെ ഉറപ്പില്ല അല്ലേ? അപ്പം ഈ യാത്ര നമുക്ക് ആരംഭിക്കാം, അല്ലെ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്താം, ഈ കാര്യങ്ങളെല്ലാം നടത്താം. പക്ഷെ ഇത് എവിടെ ചെന്ന് എത്തണം, അല്ലെങ്കിൽ ആ യാത്ര എവിടെ എത്തി നിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു എനർജി തലത്തിൽ നമുക്ക് ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ ഒരു യാത്ര തന്നെയാണ് അല്ലേ? അത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അത് 1 by 1 ആയിട്ട് വികസിച്ച് വരുന്ന ഒരു യാത്ര തന്നെയാണ് ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള എനർജി നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിലുള്ള എനർജി ഫീൽഡിലല്ല നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള എനർജി ഫീൽഡുകളുടെ, നെഗറ്റീവായിട്ടുള്ള എനർജി എന്ന് ഞാൻ പറയുന്നില്ല, എനർജി ഫീൽഡുകളുടെ പ്രസൻസ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പോൾ അവിടെയാണ് ആ ഒരു ഹീലിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽഡുകളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനെ നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ എനർജി ഫീൽഡുകളെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്തിട്ട്, ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള എനർജിയെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റിയുള്ള എംപ്ലോയി ആയിരിക്കും, ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനായിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ 100 സാധനങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ, അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ കമ്പനിയുടെ സിസ്റ്റത്തിൽ ആ ഒരു എനർജി പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഏത് മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ MDക്കോ അല്ലെങ്കിൽ അതിൻ്റെ CEOക്കോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റണമെന്നില്ല. കാരണം എനർജിയിലായിട്ടുള്ള ഈ ആദ്യ ചേഞ്ച് ഉണ്ടാകുന്ന എനർജിയിലാണ്, പിന്നെ കൃത്യമായിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടൊരു കാര്യമാണ്. അതായത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റോങ് ഡിസിഷൻ ചിലപ്പോൾ എടുത്തു പോകാറുണ്ട്. അതിന്റെ റൂട്ടായിട്ടുള്ള കോഴ്സ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആകാം. അതെ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളിലും 2 വഴിയുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്കിപ്പം നേരെ എറണാകുളത്തിന് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ പിന്നെ ആലുവയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് തിരുപ്പൂരത്തിറക്കി പോകാം. എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനം എറണാകുളത്തിലാണെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള വഴി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. അത് പക്ഷേ നമുക്ക് എറണാകുളത്തിനാണ് നമ്മൾ പോകേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ എടുത്ത തീരുമാനം ആലുവയ്ക്കാണെന്നുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആലുവയിലേ ചെല്ലുള്ളൂ, നമുക്ക് അവിടെ ബിസിനസ് ക്ലോസ് ആവില്ല. അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സുകാരനും ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വഴികൾ അവൻ്റെ മുന്നിലുണ്ട്. കാരണം അത് നമ്മുടെ ഫ്രീ വില്ലാണ്. എല്ലാ മനുഷ്യനും നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രേസ് തന്നെയാണ് നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രീ വില്ല് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഫ്രീ വില്ലിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എനർജി ഫീൽഡ് നമ്മളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പം പിന്നെ ഇതിലേക്ക് വരുന്നത്, വിൽ പവറിലേക്ക് വരുന്നത്. കാരണം ആജ്ഞയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽ പവറിൻ്റെ ഒരു സ്റ്റേഷനും കൂടെയാണ്. അപ്പോൾ ആജ്ഞാചക്രം അല്ലെങ്കിൽ നമ്മുടെ തേടൈ ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ആ ഒരു വിൽ പവറോടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വിൽ പവർ മാത്രമായിട്ട് കാര്യമില്ല, വിൽ പവർ മാത്രമേ ഉള്ളെങ്കിൽ അവിടെയും പ്രശ്നം വരും. കാരണം അവന് എന്ത് തീരുമാനം പെട്ടെന്ന് എടുക്കുന്ന റോങ് തീരുമാനമാണെങ്കിൽ അത് ആ ബിസിനസ്സിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു വിൽ പവർ മാത്രമല്ല, ആ ഒരു നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം, നമ്മുടെ ബുദ്ധിയിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം. അപ്പം നമ്മൾ ആജ്ഞ ശരിയായ രീതിയിൽ നമ്മളിപ്പം അവരിലേക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ സെഷനിൽ നമ്മൾ അവർക്ക് പിന്നെ അവരുടെ ആജ്ഞയിലായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് കൊടുത്തു കഴിയുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ആജ്ഞ പിന്നെ ഓപ്പണായി പ്രവർത്തനമാവുകയും അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. കാരണം അവരുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കും. ഇപ്പോൾ ഞാൻ റൂബലിൻ്റെ ആജ്ഞയിലേക്ക് ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ റൂബലിന് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൂബലിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു റൂബലിൻ്റെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയാണ്. അപ്പം പ്രാപഞ്ചികമായ കോൺഷ്യൻസുമായിട്ട് കണക്റ്റഡ് ആവുകയും അങ്ങനെ ആ ഒരു ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഇൻഡ്യൂഷൻസ് നമുക്ക് കിട്ടുകയും അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ എനർജി ഇട്ടുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെത്തും. ആ ഒരു ശക്തമായ വിൽ പവറോടെ നമുക്ക് ആ കാര്യത്തെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ 4 എനർജി പോലും ആവശ്യമില്ല മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ ഫാമിലിനെ മാത്രമേ ഡിസിഷൻ അഫക്ട് ചെയ്യുന്നുള്ളൂ. മറ്റേതെന്ന് വെച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്ത്. അതെ. അത് മാത്രമല്ല ഒരു ബിസിനസ് പറയുമ്പം അതിനകത്ത് ഓരോ നിമിഷങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഒരു ബിസിനസിന്റെ ഒരു ഓണർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും ഏറ്റവും ഹൈയിലുള്ള ആളെ എപ്പോഴും ഫ്രീ ആക്കി നിർത്തുന്നത്. അയാൾ ഫ്രീ ആണെങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എനർജി ലെവലിൽ നമ്മളതിനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എനർജിയുടെ പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു റൂട്ടിലേക്ക്, ആ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് അവർക്ക് പോയി അവർക്ക് ആ കാര്യങ്ങളെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴും ആ ഒരു കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അത് ഒരാൾക്കല്ല അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഈ പറഞ്ഞ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പം അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഫോക്കസിലൂടെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഏത് സമയത്തും തകർച്ചയിലേക്ക് പോകാം. അപ്പോൾ അവിടെയാണ് ഒരു ശരിയായിട്ടുള്ള ഒരു ഹീലറിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ബിസിനസ്സിനെ ഹീൽ ചെയ്യാൻ അറിയുന്ന ഒരാളല്ല, അതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് പ്രത്യേകമായിട്ടുള്ള സിമ്പലുകളോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഡിയേഗോ പൊസിഷനിൽ ഹീലിംഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗിന്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിസിനസ്സുകാരെ പറ്റി ഞാൻ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന ആ ഒരു വർക്കും അതുപോലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ വളരെ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ശരിക്കും നമ്മൾ ഈ കാണുന്ന കമ്പനികളും ബിസിനസ്സും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ ജീവിതം ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്നു, അവിടെ നമുക്കൊരു ഹോട്ടൽ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ കയറി നമുക്ക് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നത്. അതേ പക്ഷേ അത് അവിടെ അങ്ങനെ ഒരു ഹോട്ടൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ശാരദാമലി പോയപ്പോൾ പട്ടിണി കിടന്ന പോലെ നമ്മൾ പട്ടിണിയായി പോകും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവർ ചെയ്യുന്ന ഒരു സേവനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ഈ ഹീലിംഗ് എനർജി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു റിസർച്ചാണ് പിന്നീട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിയെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലേ. ഇപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ അവരുടേതായ രീതിയിൽ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒന്ന് ഈ പറഞ്ഞ പോലെയുള്ള അവൻ്റെ ബിസിനസ്സിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ അതുപോലെ തന്നെ അവന് നേരിടുന്ന ബ്ലോക്കുകൾ, അവന് നേരിടുന്ന ചലഞ്ചസ്, ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്ത് അവനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനങ്ങൾ വളരെ കുറവാണ്.
അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം താങ്കൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനർ എന്നുള്ള നിലയിൽ താങ്കൾ അങ്ങനെ ഒരു വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിൽ എനർജി തലത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ വരികയും അങ്ങനെ അതിനുവേണ്ടി ഞാൻ റിസർച്ച് ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ്സിനെ ഈ പറഞ്ഞ ഒരു എനർജി ഫീൽഡായിട്ട് കണ്ടുകൊണ്ട് അവിടെ ഓരോ പോയിന്റിലും ഓരോ കേന്ദ്രങ്ങളിലും ഓരോ സെൻറ്ററുകളിലും നമുക്ക് എങ്ങനെ എനർജി ഇട്ടുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റി ഞാൻ റിസർച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു ബിസിനസ് ഹീലിങ്ങിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ഹീലിങ്ങിൻ്റെ നീഡുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് എന്ത് സിംറ്റംസ് ആണ് ബിസിനസ്സിൽ കാണുന്നത്? ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിത്തീരുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തെ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ഞാൻ തരുന്ന പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങളെയാണ്. അതായത് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന എപ്പോഴും ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ്. 90% വരെ നമുക്ക് ഉണ്ടാകും, അത് നമ്മുടെ ഫ്രീവില്ലാണ്. പക്ഷേ ഈ അവസാനത്തെ 10% ഒരിക്കലും നമ്മുടെ ഫ്രീവില്ലല്ല നിൽക്കുന്നത്, അത് എനർജി തലത്തിലാണ്. Synchronizing the art, tactics, and spirituality.